നമസ്തേ. ഒരാൾ സർക്കാർ ജോലി കിട്ടാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും? വർഷങ്ങളോളം അതിനുവേണ്ടി അതിന് പിന്നാലെ തന്നെ നടക്കും. ഇന്റർവ്യൂകളിൽ പങ്കെടുക്കും, പരീക്ഷ എഴുതും, അതിനുവേണ്ടി പഠിക്കും. അങ്ങനെ തയ്യാറെടുപ്പുകൾ അനവധി നിരവധിയാണ്. പക്ഷേ സ്വന്തം അമ്മയെ ഇല്ലാതെയാക്കിയാൽ ആ ജോലി തനിക്ക് കിട്ടുമെന്ന് കരുതി അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയെ തീർക്കാൻ വേണ്ടി ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യുകയാണ് ഒരു മകൾ എങ്കിലോ? ഇപ്പോൾ രാജസ്ഥാനിൽ നിന്ന് വരുന്ന ഈ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് രാജ്യം. അത്രമേൽ ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെ ഞെട്ടാൻ ഒരു കാരണമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത് അല്ലെങ്കിൽ അതിലെ പ്രതി എന്ന് പറയുന്നത് മറ്റാരുമല്ല, ആ സ്ത്രീയുടെ മകൾ തന്നെയാണ്. വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതി സ്വന്തം അമ്മയെ കാറിടിപ്പിച്ച് കൊല്ലാൻ കൊട്ടേഷൻ നൽകിയതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകളിൽ വരുന്നത്. അതായത് സ്വന്തം അമ്മയെ വാടക കൊലയാളികളെ ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യാൻ അവർ ശ്രമിച്ചു. അതിനുവേണ്ടി ഗൂഢാലോചന നടത്തി. ഇത് നമുക്ക് വെറും ഒരു കൊലപാതക കേസായി മാത്രം നോക്കി കാണുവാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഇത് മനുഷ്യ ബന്ധങ്ങളിൽ വരുന്ന ശിഥിലതയുടെയും ഒക്കെ ഒരു കാരണമായി മാറുകയാണ്. പണവും ആഡംബരവും മാത്രമാണ് വേണ്ടത് എന്നുള്ള രീതിയിലേക്ക് മനുഷ്യ മനസ്സ് എത്തിയതിന്റെ ഒരു നേർ ഉദാഹരണം കൂടിയായിട്ട് ഈ സംഭവം മാറുന്നുണ്ട്. രാജസ്ഥാനിലെ ജയ്പൂരിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. 45-കാരിയായിട്ടുള്ള നീരജ് ശർമ്മ എന്ന് പറയുന്ന ഒരു വീട്ടമ്മ. അവർ ജയ്പൂരിലെ കോടതിയിൽ LD ക്ലർക്കായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു. നീരജിന്റെ ഭർത്താവ് വിജയ് കുമാർ ശർമ്മ സർക്കാർ ജോലിയിൽ ഇരിക്കെയാണ് മരണപ്പെടുന്നത്. അതിനെ തുടർന്നാണ് ഇവർക്ക് സർക്കാർ ജോലി ലഭിക്കുന്നത്. അതായത് ആശ്രിത നിയമനത്തിലൂടെ നീരജ് ശർമ്മയ്ക്ക് സർക്കാർ ജോലി ലഭിക്കുന്നു. സത്യം പറഞ്ഞാൽ അതൊരു ആശ്വാസമായിരുന്നു. കാരണം ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെയുള്ള ആശങ്കകൾക്കിടയിലാണ് ആശ്രിത നിയമനം വഴി ഇവർക്ക് സർക്കാർ ജോലി ലഭിക്കുന്നത്. പക്ഷേ ആ കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെ വലിയൊരു പ്രശ്നം വളർന്നു വരുന്നുണ്ടായിരുന്നു. അത് നീരജ് ശർമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത് മറ്റാരുമായിരുന്നില്ല, അവരുടെ മകൾ ആരുഷിയായിരുന്നു. അച്ഛന്റെ മരണശേഷം ആശ്രിത നിയമനത്തിലൂടെ അമ്മ നീരജ് ശർമ്മയ്ക്ക് ലഭിച്ച ജോലി തനിക്ക് വേണമെന്നായിരുന്നു അവളുടെ ആവശ്യം. ഒന്ന് ആലോചിച്ചു നോക്കുക, സ്വന്തം അച്ഛന്റെ മരണശേഷം അമ്മയ്ക്ക് സർക്കാർ ജോലി നൽകുകയാണ് ആശ്രിത നിയമനത്തിലൂടെ. പക്ഷേ മകളുടെ കണ്ണ് ആ അമ്മ കഷ്ടപ്പെടുന്നതിലൂടെയോ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകളിലോ ഒന്നും ആയിരുന്നില്ല. മറിച്ച് അമ്മയെ ഇല്ലാതെയാക്കിയാൽ എങ്ങനെ തനിക്ക് എളുപ്പ വഴിയിൽ ഒരു സർക്കാർ ജോലി ലഭിക്കും എന്നുള്ളതിലായിരുന്നു. അത് വെറും ഒരു ആഗ്രഹം മാത്രമായിട്ട് കാണാൻ പറ്റില്ല, വല്ലാത്തൊരു വാശിയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാത്രമല്ല അമ്മയോട്, അതായത് നീരജ് ശർമ്മയോട് ആരുഷി ഈ കാര്യം പല തവണ സംസാരിച്ചിരുന്നതായിട്ടൊക്കെ തെളിവുകൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. സ്വന്തം അമ്മയോട് തനിക്ക് ആ ജോലി വേണമെന്ന് മകൾ ആവശ്യപ്പെടുകയാണ്. കുടുംബം പോറ്റാനായിട്ട് സർക്കാർ കൊടുത്ത ജോലിയാണ് മകൾ അവരിൽ നിന്ന് തട്ടിപ്പറിക്കാനായിട്ട് ശ്രമിച്ചത്. സ്വാർത്ഥത എന്നല്ലാതെ മറ്റെന്താണ് ഇതിനെക്കുറിച്ചൊക്കെ പറയേണ്ടത്? സ്വാഭാവികമായും നീരജ് ശർമ്മ ആരുഷിയുടെ ഈ വാശിക്ക് മുന്നിൽ മുട്ടുമടക്കിയില്ല. കാരണം ഈ ജോലി നഷ്ടമായിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത തകരുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഈ പോയിന്റിലാണ് അമ്മയും മകളും തമ്മിലുള്ള ബന്ധം വഷളാകാൻ തുടങ്ങുന്നത്. സമയം കടന്നു പോകുന്തോറും ആരുഷിയുടെ മനസ്സിലുള്ള പകയും വിദ്വേഷവും ഒക്കെ ഇങ്ങനെ കൂടി വരാൻ തുടങ്ങി. പിന്നീട് ആരുഷി മനസ്സിലാക്കുകയാണ്, അമ്മ ജീവിച്ചിരുന്നാൽ തനിക്ക് ഈ ജോലി ലഭിക്കലൊന്നും ഉണ്ടാകില്ല. അപ്പോൾ അതിന് എന്താണ് പ്രതിവിധിയായി ചെയ്യേണ്ടത്? ഇനി ജോലി മാത്രമായിരുന്നില്ല ആരുഷിയുടെ വിഷയമെന്നും പറയപ്പെടുന്നു. സ്വത്തും ഒരു പ്രശ്നമായി ഉയർന്നു വന്നു. അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തനിക്ക് തന്നിലേക്ക് പെട്ടെന്ന് ഈ ജോലിയും
ഈ സ്വത്തും ഒന്നും വന്നു ചേരില്ല. അപ്പോൾ സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞ അവളുടെ മനസ്സിൽ മറ്റൊരു ദുശ്ചിന്ത ഉടലെടുക്കുകയാണ്. എന്നാൽ പിന്നെ അമ്മയെ തന്നെ അങ്ങ് ഇല്ലാതെയാക്കിയാലോ? ഈ ചിന്തയാണ് അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ആരുഷിയെ നയിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനങ്ങൾ വരുന്നത്. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം ആരുഷി ചില ബന്ധുക്കളുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. പിന്നീട് അവൾ വാടക കൊലയാളികളിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഒരു വാഹനാപകടത്തിൽ അമ്മ ഇല്ലാതെയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് ഇതെല്ലാം വന്നു ചേരുമെന്നുള്ള വ്യാമോഹം അവളിലേക്ക് എത്തി. അങ്ങനെ സ്വന്തം അമ്മയെ വകവരുത്താനായിട്ട് വാടക കൊലയാളികളെ അവൾ ഏർപ്പെടുത്തി. കാരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷണം ശക്തമാകും. വാഹനാപകടമാകുമ്പോൾ ആരും സംശയിക്കില്ലല്ലോ. അതൊരു റോഡ് അപകടമാണ് എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിനെ ഒരു ദുരന്തം മാത്രമായി കണ്ട് പിന്നീട് അങ്ങ് വിട്ടുകളയും. അങ്ങനെയാണ് അമ്മയെ വകവരുത്താനായിട്ട് വാടക കൊലയാളികളെ അവൾ ഏർപ്പാടാക്കുന്നതും വാഹനാപകടം ഉണ്ടാക്കുന്നതും. ഇതിനായിട്ട് ലക്ഷങ്ങൾ തന്നെ പൊടിച്ചു കളഞ്ഞു ഈ മകൾ. ഏകദേശം 7 ലക്ഷം രൂപയോളമാണ് ആരുഷി ഇതിനായിട്ട്, അതായത് സ്വന്തം അമ്മയെ വാടക കൊലയാളികളെ കൊണ്ട് വകവരുത്താനായിട്ട് ചിലവഴിച്ചത്. അതിനൊന്നും അവൾക്ക് യാതൊരു മടിയും ഉണ്ടായില്ല. പിന്നീട് അവസരത്തിനായിട്ട് കാത്തിരുന്നു. അങ്ങനെ ആ ദിവസം വന്നു ചേർന്നു. ജൂലൈ 3-ാം തീയതി നീരജ് ശർമ്മ റോഡിനരികിലൂടെ നടന്നു വരികയായിരുന്നു. അപ്പോൾ അതിവേഗത്തിൽ വന്ന ഒരു സ്കോർപിയോ അവരെ ഇടിച്ചു തെറിപ്പിച്ചു. അവർ തൽക്ഷണം തന്നെ മരിക്കുകയും ചെയ്തു. എല്ലാവരും ആദ്യം ആരുഷി കരുതിയതുപോലെ തന്നെ ഒരു വാഹനാപകടമായി മാത്രമാണ് ഇതിനെ കണ്ടത്. എന്തായാലും പ്രതികളും ഒക്കെയും അത് തന്നെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അപകട മരണം, കേസ് അവസാനിക്കുന്നു, പിന്നീട് ആരുഷിക്ക് ജോലി കിട്ടുന്നു, സ്വത്തുക്കൾ കിട്ടുന്നു. അങ്ങനെ എന്തെല്ലാം വ്യാമോഹങ്ങളിലൂടെ ആരുഷി ആ ഒരു സമയത്തിലൂടെ കടന്നുപോയി എന്നുള്ളതും അവളുടെ സന്തോഷം എത്രത്തോളമായിരുന്നു എന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ. സ്വന്തം അമ്മ പിടഞ്ഞു വീഴുകയാണ്, ഇല്ലാതാവുകയാണ്. പക്ഷെ അതൊന്നും അവളെ അലട്ടിയില്ല. പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും അവിടെ അവസാനിച്ചില്ല. ആരുഷി കരുതിയതുപോലെ കുടുംബത്തിൽ തന്നെ ഒരാൾക്ക് സംശയം തോന്നി. അത് മറ്റാർക്കുമായിരുന്നില്ല, ആരുഷിയുടെ സഹോദരനായിട്ടുള്ള രാകേഷിനായിരുന്നു. രാകേഷും ആദ്യമൊക്കെ അപകടമെന്ന് കരുതി. പക്ഷേ ചില സാധ്യതകൾ അന്വേഷിച്ചപ്പോൾ, ചില കാര്യങ്ങൾ, അപകട മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തിയപ്പോൾ അത് അങ്ങനെയല്ല എന്നുള്ളൊരു ചിന്ത വന്നു. തുടർന്ന് രാകേഷ് പോലീസിൽ പരാതി നൽകി. ഈ പരാതിയിന്മേൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വകവരുത്തിയ കാര്യം തെളിയുന്നത്. പോലീസ് ഫോൺ കോളുകൾ പരിശോധിച്ചു, സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചു, പ്രതിയെന്ന് സംശയിച്ചവരുടെയൊക്കെ നീക്കങ്ങൾ പരിശോധിച്ചു. അങ്ങനെ എല്ലാം പരിശോധിച്ചു വന്നപ്പോൾ ഓരോ പരിശോധനയിലും ദുരൂഹതകൾ ഏറെയായിരുന്നു ഇവർക്ക് മുന്നിൽ തുറന്നു. ഒടുവിൽ പരിശോധനകൾക്കെല്ലാം ശേഷം അവർ ആ ഉത്തരത്തിലേക്ക് എത്തി. ഇതിനു പിന്നിൽ ആരുഷിയാണ് എന്നുള്ള ആ രഹസ്യത്തിലേക്ക്. ആരുഷിയെ വിളിക്കുന്നു, പോലീസ് ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ആദ്യമൊക്കെ ആരുഷി പിടിച്ചു നിൽക്കാൻ, പക്ഷേ ഒരുപാട് സമയമൊന്നും ആരുഷിക്ക് ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നീടുള്ള ചോദ്യം ചെയ്യലുകളിൽ ആരുഷിയുടെ ഓരോരോ കള്ളങ്ങളായിട്ട് പൊളിഞ്ഞു തുടങ്ങി. അങ്ങനെയാണ് സ്വന്തം അമ്മയുടെ മരണത്തിന് പിന്നിൽ മകൾ തന്നെയാണെന്നുള്ള ആ രഹസ്യം പുറത്തു വരുന്നത്. ആരുഷിയെയും അവളുടെ കൂട്ടാളികളായ 6 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ചോദ്യം ചെയ്യലിനിടെ സ്വാഭാവികമായും ആരുഷി കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. തനിക്ക് മുന്നിൽ മറ്റ് വഴികൾ ഒന്നുമില്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞ ആ നിമിഷമായിരുന്നു കുറ്റസമ്മതം നടത്തിയത്. സത്യത്തിൽ ഈ കേസിനെ വേറിട്ടതാക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നത് ഒരു കൊലപാതക രീതി കൊണ്ട് മാത്രമല്ല, ഇതൊരു അമ്മയുടെ കൂടി കഥയായി മാറിയത് കൊണ്ടാണ്. ഭർത്താവിനെ നഷ്ടപ്പെട്ട ശേഷം സ്വന്തം കുടുംബത്തിനായിട്ട് ജീവിതം മാറ്റിവെച്ച ആ അമ്മയെ
സ്വന്തം മകൾ ഇല്ലാതാക്കിയ ഒരു സംഭവം കൂടിയായിട്ട് ഇത് മാറുന്നുണ്ട്. ഇന്ന് രാജസ്ഥാനിൽ മാത്രമല്ല, രാജ്യമെമ്പാടും ഈ ഒരു കേസ് ഏറെ ചർച്ചാ വിഷയമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം പണത്തിനും സ്വർണത്തിനും സമ്പത്തിനും ഒക്കെ വേണ്ടിയിട്ട്, സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ബന്ധങ്ങൾ നശിഞ്ഞു പോകുന്ന കാര്യങ്ങളിലേക്ക് കൂടി ഈ ഒരു സംഭവം വിരൽ ചൂണ്ടുന്നുണ്ട്. എന്നാൽ സ്വന്തം അമ്മയെ സ്വത്തിനും ജോലിക്കും വേണ്ടി വകവരുത്താൻ തീരുമാനിച്ച ഈ മകളുടെ കാര്യം, ഈ ഒരു ആരോപണം എന്ന് പറയുന്നത് സമൂഹത്തെ നടുക്കുന്നതാണ് എന്ന് പറയാതെ വയ്യ. ഈ സംഭവം വലിയൊരു ചോദ്യം കൂടി സമൂഹത്തിന് മുന്നിലേക്ക് ഉയർത്തിവിടുന്നുണ്ട്. മറ്റൊന്നുമല്ല, പണം മനുഷ്യനെ വല്ലാതെ അങ്ങ് മാറ്റുമോ? അല്ലെങ്കിൽ അതിര് കടന്ന ആഗ്രഹങ്ങളാണോ മനുഷ്യനെ ഇത്തരത്തിൽ സ്വബോധമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്? അങ്ങനെ ചോദ്യങ്ങൾ ഏറെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നേക്കല്ലേ.